ഹോല അമിഗോസ്, വെൽക്കം ടു തുടു. ഇന്നെന്താണ് സ്പാനിഷ് ഒക്കെ? ഇന്ന് സ്പാനിഷിൽ തുടങ്ങാന്ന് വിചാരിച്ചു. നമ്മുടെ സ്വന്തം ആസിഫ് അലിയുടെ അഡിയോസ് അമിഗോസ്. ആസിഫ് അലി സുരാജ് വെഞ്ഞാറമ്മൂടിന്റെ പുതിയ ചിത്രമായ അഡിയോസ് അമിഗോസിന്റെ ട്രെയിലറിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. ആഷിഖ് ഉസ്മാന്റെ പ്രൊഡക്ഷനിലാണ്. അപ്പം ഈ അഡിയോസ് അമിഗോസ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താന്ന് അറിയോ? അഡിയോസ് അമിഗോസ് എന്ന് പറയുന്നത് നമ്മൾ ഫെയർവെൽ ടൈംസ് അങ്ങനെ പിരിഞ്ഞു പോകുമ്പോ പറയുന്ന ഗുഡ് ബൈ ഫ്രണ്ട്സ് എന്നുള്ള ഇത്. ഫ്രണ്ട് അഡിയോസ് അമിഗോ എന്നാണ്. അപ്പൊ ഫ്രണ്ട് എന്നാണ്, ഗുഡ് ബൈ ഫ്രണ്ട്. അപ്പൊ ഈ പേരില് ഒരുപാട് സിനിമകളും ഒരുപാട് 2-3 സിനിമകളും അത് അമേരിക്കൻ സിനിമകളാണ്. പിന്നെ അമേരിക്കൻ സോങ്സും വന്നിട്ടുണ്ട്. പിന്നെ ഒരു ഡച്ച് സിനിമയും വന്നിട്ടുണ്ട്. അപ്പം ആദ്യം 1965 ഇതിന്റെ ഒരു സോങ് ഇറങ്ങുന്നത്, ജിം റാവസിന്റെ ഒരു സോങ് ഇറങ്ങുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ തിരിച്ച് ആസിഫ് അലി സുരാജ് വെഞ്ഞാറമ്മൂടിന്റെ അഡിയോസ് അമിഗോസ് എന്ന് പറഞ്ഞൊരു കോമഡി സിനിമയാണെന്ന് തോന്നുന്നു. അതിന്റെ പോസ്റ്റർ കണ്ടിട്ട് ആസിഫ് അലി ഒരു വെറൈറ്റി ലുക്കിലേക്കാണ്. കുറച്ച് ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് ബന്ധപ്പെട്ടാണ്. അമിഗോ എന്ന് പറയുമ്പോൾ മറ്റേ പോർച്ചുഗീസ് ആ ഭാഷയിൽ ഫ്രണ്ട്ഷിപ്പാണ്. ഇപ്പൊ ആസിഫ് അലി എന്ന് പറയുമ്പോ ആസിഫ് അലിയുടെ ചിരിയാണ് എല്ലാവർക്കും ഓർമ്മ വരുന്നത്. ഇപ്പൊ ഇടയ്ക്ക് ഒരു വിവാദത്തിലൊക്കെ പെട്ട് എല്ലാം ചിരിച്ചുകൊണ്ട് നേരിടുന്ന അഡിയോസ് അമിഗോസിന്റെ ആസിഫ് അലിയുടെ, നമ്മുടെ അമിഗോ ആസിഫ് അലിയുടെ ട്രെയിലറിലേക്ക് നമുക്ക് കടക്കാം. അപ്പം ട്രെയിലർ തുടങ്ങി. ആദ്യം തന്നെ സുരാജ് പഴയ ഫോണാണ്, കീപാഡ് സെറ്റ്. ഒരു 25,000 രൂപ കിട്ടോ? എന്നാ നീ രാവിലെ വൈകിലേക്ക് വാ. പറയുന്നതാണ് തുടങ്ങുന്നത്. ഞങ്ങള് ശംഖുമുഖത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. എവിടെ പോവാ? ഈ വണ്ടി തിരുവനന്തപുരത്ത് എപ്പോ എത്തും? നമ്മുടെ നാടല്ലേ. ഗോപി സുന്ദർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഫ്രണ്ട് ഇവനെ പോലെ ജനിക്കണം, വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ട്. കാശരുണ്ട്. സത്യത്തിൽ നിങ്ങൾ ഏതാ ടീം? നേരത്തെ പറഞ്ഞ ഗണപതി കൂട്ടുകാരാ. ഒരുപാട് പേരുണ്ട്. എനിക്കൊരു ആവശ്യം വന്ന ബോസിന്റെ കൂടെ കറക്റ്റേക്ക് നിൽക്കുമോ? ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഉരുത്തരോ? സ്വാജ പണമൊന്നും അല്ലടാ, എല്ലാം നമ്മളൊന്നും കാണുന്നല്ല ഈ ലോകം. പക്ഷെ നമ്മള് പതറരുത്. വർക്കലയാണോ തോന്നുന്നത്? അപ്പൊ ഓഗസ്റ്റ് 2-ാം തീയതിയാണ്. വന്ന സ്ഥലത്ത് എരിച്ചതിന്റെ ബൈബിൾ പറഞ്ഞ് പോകുന്ന സീൻ പുല്ലുണ്ടത്. ആ ട്രെയിലർ കണ്ടപ്പം ഫുള്ള് കോമഡി സാധനമാണെന്നാണ് മനസ്സിലായത്. അറിയാത്ത 2 പേര് ബസ് സ്റ്റാൻഡേജ് കണ്ടുകിട്ടുന്നതാണ്. നല്ല കോമഡി. സുരാജ് നല്ല രസമുണ്ട് സിനിമയില്. അപ്പം നല്ലൊരു കോമഡി പടം പ്രതീക്ഷിക്കുന്നു. നിന്റെ അഭിപ്രായം എന്നാ കണ്ടിട്ട്? നല്ലൊരു പടമായിരിക്കും. എനിക്ക് ആ ആസുവലിയുടെ ആ വേഷവും ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു വൈബ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ട്രെൻഡ് ആവാൻ പോണ എനിക്ക് തോന്നുന്നു ബോസ് എന്നുള്ള വിളിയാണ്. അപ്പൊ അതിനനുസരിച്ച് സുരാജ് അപ്പുറത്ത് കൂട്ടുകാരെ ഒന്ന് വിളിക്കുന്നു. കൂട്ടുകാരാ സുരാജിന്റെ ആ ഒരു ടോണുണ്ടല്ലോ. ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിരിക്കും ഈ 2 വിളി. ഒരാള് ബോസ്, അടുത്ത ആള് കൂട്ടുകാരാ. അതൊരു തിരുവനന്തപുരം, കൊല്ലം. നമ്മളിവിടെ തന്നെ ഒരുപാട് യൂസ് ചെയ്യുന്നത്. അപ്പം ആസിഫ് അലിയുടെ കുറച്ച് നാൾക്ക് ശേഷം ഒരു കോമഡി സിനിമയാണ് വരുന്നത്. ഈ അടുത്ത് ഇപ്പൊ ട്രെയിലർ ഇറങ്ങിയായിരുന്നു. സീരിയസ് ഒരു ഇതിലായിരുന്നു. സീരിയസ് സൈക്കോ രീതിക്കാണ്. അതൊരു ടൈപ്പ് സിനിമ ആണെന്ന്. മറ്റേ അകപ്പെട്ടു അമലാപ്പോൾ ഐശ്വര്യ വിക്രത്തിന്റെ ഒക്കെ അമലാപ്പോളാണ് അകപ്പെട്ടു പോണത്. ഇപ്രാവശ്യം അമലാപ്പോളാണ് തോന്നുന്നു. പക്ഷെ അതിന്റെ
ലുക്കൊക്കെ കണ്ടിട്ട് വെറൈറ്റി. ഇപ്പൊ രണ്ട് സിനിമയിലെ വെറൈറ്റി ലുക്ക്. ആസിഫ് അലി സാധാരണ വരുന്ന ഇതല്ല. രണ്ട് തലത്തിൽ നിൽക്കുന്ന ഒരു ഇതാണ്. ഒന്ന് സൈക്കിളിങ്, ഒന്ന് ഫുള്ള് ചില്ല് വൈബിലുള്ള ആസിഫ് അലി. ഇതിന്റെ ഒരുപാട് ലൊക്കേഷൻ സ്റ്റിൽസ് ഒക്കെ വന്നായിരുന്നു. അപ്പം ഇടയ്ക്കൊരു ഇതിന്റെ ഒരു വീഡിയോ വന്നായിരുന്നു മെട്രോയില് വെച്ച്. ഈ ലൊക്കേഷനിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ള സ്ഥലം തന്നെ ഇല്ല. ആ സീനിൽ കാണാൻ വേണം കൊല്ലം, തിരുവനന്തപുരം, എറണാകുളം, അതിനിടയ്ക്ക് വരുന്ന ആലപ്പുഴ എല്ലാം ഉണ്ട്. തെക്കൻ കേരളമാണ് കൂടുതലും. അപ്പൊ ഇത് നമുക്ക് ബാക്കി ക്രൂവിലേക്കൊക്കെ പോവാം. ക്രൂ മെമ്പേഴ്സ്. അപ്പം ഡയറക്റ്റഡ് ബൈ നഹാസ് നാസർ ആണ് ഇതിന്റെ ഡയറക്ഷൻ. ഫസ്റ്റ് സിനിമയാണ്. ഡെബ്യൂട്ട് ഡയറക്ടർ ആണ് നഹാസ് നാസർ. അസിസ്റ്റന്റ് ഡയറക്ടറിൽ നിന്ന് ഡയറക്ടർ എന്ന പടി എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം മറ്റേ കെട്ടിയാളന്റെ മാല, അങ്ങനെ ഒരുപാട് ആഷിഖ് ഉസ്മാൻ സിനിമകളിലെ മെയിൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു പുള്ളി. അപ്പം പുള്ളിയുടെ ഒരു ഡയറക്ടർ ഡെബ്യൂട്ട് ആണ് അഡിയോസ് അമിഗോ. പിന്നെ നമ്മുടെ മ്യൂസിക് ആയിട്ട് ഗോപി സുന്ദറും ആണ് ചെയ്തിരിക്കുന്നത്. മ്യൂസിക് എന്നും ഈ അടുത്ത് ഒരു മ്യൂസിക് മാനെ നമ്പി എന്ന് പറഞ്ഞ ഇപ്പൊ മ്യൂസിക് ഇറങ്ങിയിട്ടുണ്ട്. ദപ്സിയൊക്കെ അതില് വോക്കൽ കൊടുത്തിട്ടുണ്ട്. ട്രെൻഡിങ് ആയ ദപ്സിയൊക്കെ. അപ്പൊ ദപ്സി ഇപ്പൊ ഒരുപാട് സിനിമകളിലും മലയാള പടങ്ങളിലും മിക്കതും ആൽബം ഇതിപ്പോ ട്രെൻഡിങ് ആണ്. ട്രെൻഡിങ് ലിസ്റ്റിനകത്തുള്ളതാണ്. അതുപോലെ റൈറ്റർ നമ്മള് കെട്ടുള്ള അവന്റെ മാലാഖിയുടെ റൈറ്ററാണ്. അതുകൊണ്ട് കുറെ കൂടെ ഒരു വിജയം പ്രതീക്ഷിക്കാം എന്തായാലും. പിന്നെ ഇതിന്റെ DOP ഒക്കെ നമ്മൾ കാലിദ് ബ്രദേഴ്സ് ആണ്. അതെ. പിന്നെ ഉള്ളത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത് ജെയ്ക്സ് ബിജോയ് ആണ്. മ്യൂസിക് ഗോപി സുന്ദർ ആണെങ്കിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത് അതൊരു കോമഡി ട്രാക്ക് ആണ്. അതിനനുസരിച്ച് മൊത്തത്തിൽ പിന്നെ നമ്മൾക്ക് പറയേണ്ടത് രണ്ടുപേരും ആസിഫ് അലി, സുരാജ്. ആസിഫ് അലിയെ കുറച്ച് നമ്മള് പറഞ്ഞു. ഇനി സുരാജ് വെഞ്ഞാറമ്പുണ്ട് പെർഫോമൻസ്. സുരാജ് ആ ഒരു തനി നാടൻ ഒരു മലയാളിയും അതുപോലെ തന്നെ ഒരു പാവപ്പെട്ട എങ്ങനെയാണോ നമ്മുടെ ഒരു മിഡിൽ ക്ലാസ്സിനേക്കാൾ കുറച്ചും കൂടെ ഇത് നിൽക്കുന്നത്. ആ ഒരു ഹോട്ടലിൽ ഒരു സീൻ ഉണ്ടല്ലോ, മറ്റേ ബാത്ടബിൽ കിടന്ന് കപ്പിട്ട് പോയി കുളിക്കുന്നത്. ഞാൻ എവിടെ പോയാലും ഒരു ഇടം കാണുന്നു. അതുപോലെ ആ മറ്റേ ഡൈലോഗ് ഉണ്ടല്ലോ, പണമൊന്നും അല്ല അത് ഞണ്ടൊക്കെ വലിച്ചു സ്റ്റാർ ചെയ്തിട്ടുണ്ട്. അതിലും പറയുന്നുണ്ട്, അതിലും അനുഭവിക്കാൻ ആൾക്കാരുണ്ട്. എല്ലാരും അനുഭവിക്കട്ടെ, പുള്ളി അനുഭവിക്കുന്നതാണ്. അപ്പം നല്ലൊരു റോഡ് മൂവി ആണെന്ന് തോന്നുന്നു. അപ്പം KSRTCയുടെ കുറച്ച് പോർഷൻ ഒക്കെ കാണുന്നുണ്ട്. ഈ KSRTC കണ്ടപ്പോ എനിക്ക് മറ്റേ ഹാപ്പി ഡേ സിനിമയുടെ അതിലിതുപോലെ ചില സീനുകളാണ്. ഹാപ്പി വെഡിങ് ഒമർ ലുലുവിന്റെ. അതിനകത്ത് ഇതേ സെയിം ലോ ഫ്ലോർ അതുപോലെ അതിനകത്ത് ഇങ്ങനെ ഒരു വീഴുന്ന സീൻ എന്തുകൊണ്ടുണ്ടെന്നു. അപ്പൊ നമുക്ക് കൺക്ലൂഷനിലേക്ക് പോകുമ്പോ എന്താണ് പറയാനുള്ളത്? കൺക്ലൂഷൻ നമുക്ക് ഇനിയിപ്പോ എന്തായാലും തിയേറ്ററിലെ കാണാം. കോമഡി പടം എല്ലാം തിയേറ്ററിൽ കാണുന്നതാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള കോമഡി പടങ്ങൾ. അതിപ്പോ നമ്മളിപ്പം OTT നമ്മൾ കാണുമ്പോൾ ചില പടങ്ങളൊന്നും വിജയിച്ചായിട്ട് നമുക്ക് ഒരുപാട് പേര് ചിരിക്കുമ്പോ ചിലപ്പോ ചളിയായിരിക്കും. അതും പക്ഷെ നമ്മള് ചിരിച്ചു നമ്മള് എക്സ്പീരിയൻസ് ചെയ്യത്. ഞാൻ കേട്ടു ഈ നമ്മുടെ ഇപ്പം അവസാനം ഇറങ്ങിയ പടം ഉണ്ടല്ലോ, ഗുരുവായൂർ അമ്പലം നട. അതൊക്കെ ചില ആൾക്കാർക്ക് OTT ഇഷ്ടപ്പെടില്ല. ഞാൻ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്തു. തിയേറ്ററിൽ ആ കൂട്ടത്തിൽ ഇരുന്ന് ചിരിക്കും. ചളിയാണെങ്കിൽ നമ്മൾ ചിരിക്കും. ബേസിന്റെ ഒക്കെ നമ്മൾ ചിരിച്ചെങ്കിൽ ഇപ്പം നമുക്ക് ഇത് തിയേറ്ററിൽ തന്നെ എല്ലാരും കാണണം. എല്ലാ സിനിമയും തിയേറ്ററിൽ, പരമാവധി നല്ല സിനിമകളൊക്കെ തിയേറ്ററിൽ പോയി കാണണമെന്നാണ് നമ്മൾ ഉപദേശിക്കുന്നത്. അതെ. പിന്നെ അടിയില് മറ്റേ ഇൻഫർമേഷൻ ആയിട്ട് കൊടുക്കുന്നുണ്ട്, ദുരന്ത സിനിമകൾ പോയി കാണാതിരിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. കുറച്ച് ദുരന്ത സിനിമകൾ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മളായിട്ട് പറയുന്നില്ല. നമ്മളെ ട്രെയിലർ റിയാക്ഷൻ തുടർച്ചയായി പറയുമ്പോൾ നമ്മൾ ജെന്യൂൻ ആയിട്ട് ഇനി പറയുന്നതാണ് കറക്റ്റ് കാര്യങ്ങൾ. നമ്മള് ഇപ്പൊ അവസാന ദുരന്ത സിനിമ നമ്മൾ ട്രെയിലറിലും പറഞ്ഞായിരുന്നു. ആ ട്രെയിലർ വന്നപ്പോഴേ പറഞ്ഞായിരുന്നു ഇത്. എന്നിട്ടും ഒരു എക്സ്പെക്ടേഷൻ കൊടുത്തായിരുന്നു, പടമെങ്കിലും നന്നാക്കിയാൽ മതിയായിരുന്നു എന്ന്. അതിനിടെ കുറച്ച് ആൾക്കാർ കമന്റ് ഇട്ടു, നിങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്, പടമൊക്കെ ട്രെയിലർ നമുക്ക് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂടെ പടം നമ്മള് ആ ലെവലിൽ എടുക്കുമെന്നൊക്കെ പറഞ്ഞൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ സിനിമയുടെ അടുത്ത ഓഗസ്റ്റ് 2 വേൾഡ് വൈഡ് ആയിട്ട് റിലീസ് ആവുന്നത്. അപ്പൊ അഡിയോസ് അമിഗോ.